പുറത്തു നിന്നുള്ള ചെറിയൊരു കരച്ചിൽ കേട്ടിട്ട് എന്താന്ന് നോക്കാൻ വേണ്ടി ലൈറ്റ് ഇട്ടപ്പോൾ ലൈറ്റ് കത്തുന്നില്ല. പിന്നെ ഇതെന്താ കത്താത്തേന്ന് നോക്കി നോക്കി അവസാനം ഓൾട്ടർ ഊരി താഴെ വീണു. പിന്നെ മൊബൈലും ടോർച്ചും എടുത്ത് കോഴിക്കൂട്ടിലോട്ട് നോക്കിയപ്പം അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല ഉറക്കത്തില്ല. ഉറങ്ങാത്തവനും ഉണ്ട്. പിന്നെ എവിടുന്ന ഈ കരച്ചിലെന്ന് നോക്കാൻ വേണ്ടി തൊട്ടടുത്ത അമ്മണിയുടെ കൂട്ടി നോക്കിയപ്പം രാവിലെ മുതൽ 2 പേര് മാത്രമുള്ള കൂട്ടി ഇപ്പം 4 പേര്. അമ്മിണിക്ക് പുതിയതായിട്ട് 2 കുഞ്ഞുങ്ങളോടെ ഉണ്ടായി. കുഞ്ഞുങ്ങളെ കണ്ട സന്തോഷത്തിൽ അമ്മ വേഗം തന്നെ ഒരു തുണിയെടുത്ത് അവരെ തുടച്ച് വൃത്തിയാക്കി നിലത്തൊരു തുണിയൊക്കെ വിരിച്ചു കൊടുത്തു. കുഞ്ഞുങ്ങളാവട്ടെ എണീറ്റ് നിൽക്കാനൊക്കെ നോക്കി. ഒരാളാണെങ്കിൽ പാല് കുടിക്കാനുള്ള ധൃതിയിൽ തപ്പിത്തടഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഇവർ ഈ രാത്രി കൂട്ടിനകത്ത് എന്ത് ചെയ്യുകയെന്നറിയാൻ വേണ്ടിയിട്ട് നീയാണെങ്കിൽ കൂട്ടിലോട്ട് ഏന്തി വലിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഇവരെ കൊതുകൊന്നും വന്ന് പൊതിയാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ആര്യവേപ്പിലേക്ക് ഇട്ട് പുകച്ചു തുടങ്ങി. ജനിച്ച ഉടനെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വയമേ പോയി പാല് കുടിക്കാനുള്ള ആവതൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി അതിനെ കുടിപ്പിക്കണം. അപ്പം അമ്മയാണെങ്കിൽ അവരെ പാലൊക്കെ കുടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരുപോലെ കണ്ണടക്കാനാവാതെ കൂടിൻ്റെ വാതിക്കെ തന്നെ ഒരാൾ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുക. രാത്രി ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. നേരം വെളുക്കട്ടെ എന്ന് വെച്ചു. രാവിലെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് കൂട്ടിനകത്ത് നോക്കിയപ്പോൾ അമ്മയും കുഞ്ഞും ഉഷാറായിട്ടിരിക്കുന്നു. തൊട്ടടുത്താണെങ്കിൽ നമ്മുടെ വലിയ കുട്ടൻ ഈ സമയമായിട്ട് എനിക്കൊരു പുൽത്തകിട് പോലും തന്നില്ലെന്ന് പരാതി പറയാൻ തുടങ്ങി.